ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ X200 പ്രോയിലാണ്. നമ്മുടെ ആഫ്റ്റർ ഒറിജിനോയ 6 അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ എന്തെങ്കിലും ഡിഫറൻസ്, ക്വാളിറ്റി ഡിഫറൻസ്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒന്ന് പറയാട്ടാ. നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ മുമ്പൊക്കെ തന്നെ. അപ്പോൾ നമ്മളൊന്ന് പറയാമോ, നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. ഇംഗ്ലീഷ് ടെക് യൂട്യൂബേഴ്സാണ് ഈ പരിപാടി തുടങ്ങി. നമ്മുടെ സാംസങ്ങിൻ്റെ നിങ്ങൾക്കറിയായിരിക്കും, സാംസങ് ഫോൺ മാത്രമല്ല ഉണ്ടാക്കുന്നത്, സ്മാർട്ട് ഫോൺസ് മാത്രമല്ല ഉണ്ടാക്കുന്നത്. അവർ കുറേ കമ്പോണൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഇതിപ്പോൾ എൻ്റെ അസൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ പോലെയാണ്. അപ്പോൾ അസൂസ് നമ്മുടെ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞുതരാൻ വേണമെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സെക്ഷനിൽ നമ്മുടെ അസൂസ്, MSI, അതുപോലെ അങ്ങനത്തെ കുറേ ബ്രാൻഡുകളുണ്ട്. അവരൊക്കെ പാർട്സ് ഉണ്ടാക്കുന്ന ബ്രാൻഡുകളാണ്, കമ്പോണൻസ് ഉണ്ടാക്കുന്ന ബ്രാൻഡുകളാണ്. ഈ HP എല്ലൊക്കെ ഇവരിൽ നിന്ന് പാർട്സ് വാങ്ങിച്ചിട്ട് വെറുതെ അസംബിൾ ചെയ്ത് കൊടുക്കണം പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി മുമ്പ് പറയാറുണ്ട്, ലിനോവോ, അതുപോലെ തന്നെ അസൂസ്, MSI അങ്ങനത്തെ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പ് മാത്രം വാങ്ങിക്കുക. ഈ ഡെല്ലും HP ഒന്നും വാങ്ങിക്കാണ്ടിരിക്കുക. അവർക്ക് ഒരു 10 പൈസയുടെ വരില്ല. അത് ഒരെണ്ണം നിങ്ങൾക്ക് അറിയണമായിരിക്കും. HP ഒക്കെ പൊട്ടിപ്പണ്ടാൻ തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോഴാണ് കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കയറി വന്നു തുടങ്ങിയത്. ആ ഒരു കമ്പനിയൊക്കെ വൻ പൊട്ടിയതാണ് കേട്ടോ. അത് വേറെ കാര്യം. എന്നുവെച്ചാൽ അവരുടെ നിങ്ങൾക്കത് തുറന്നു നോക്കിയാൽ തന്നെ അറിയാം, എല്ലാം ഓരോ കമ്പനികളുടെ പാർട്സ് ആയിരിക്കും. ഇപ്പോൾ അസൂസിൻ്റെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒരു 90% അവരുടെ പാർട്സുകൾ തന്നെ ആയിരിക്കും. അതേപോലെയാണ് സാംസങ്ങിൻ്റെ അവസ്ഥയല്ല സാംസങ്. അതായത് അവർ റാം ഉണ്ടാക്കുന്നുണ്ട്, SSD ഉണ്ടാക്കുന്നുണ്ട്, മദർ ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചിപ്പ് ഉണ്ടാക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ ചിപ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ക്യാമറ സെൻസേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പിലും 200 മെഗാപിക്സലിൻ്റെ സെൻസർ സാംസങ്ങിൻ്റെ സെൻസറാണ്. ഇത് മുമ്പും അത് വേറെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് നോട്ടിരിക്കുന്നത് നമ്മുടെ വിവോൻ്റെലും അത് ആ സെൻസർ തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ റിയർ ക്യാമറയിൽ. പിന്നെ ഇതിൽ മാത്രമല്ല, ഇഷ്ടം പോലെ അല്ല, ബഡ്ജറ്റ് ഫോണുകൾ തൊട്ട് നമ്മുടെ എന്താ പറയുക ഹൈ എൻഡ് ഫോണുകൾക്ക് ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ LCD പാനൽ ഇപ്പോൾ കുറേ ചൈനീസ് ബ്രാൻഡുകളൊക്കെ അവർ മാറ്റി, BOE ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുമ്പ് വരെ OnePlus, വിവോ, ഒപ്പോ, ആപ്പിൾ ഇപ്പോഴും സാംസങ്ങിൻ്റെ LED പാനൽ തന്നെ, AMOLED പാനൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു മുമ്പൊക്കെ പണ്ട് കാലം മുമ്പൊക്കെ നമ്മുടെ LGയുടെ ആയിരുന്നു. എന്ന് വെച്ചാൽ LGയുടെയിലും സാംസങ്ങിൻ്റെയിലും ആയിരുന്നു നമ്മുടെ ഈ AMOLEDയുടെ പാറ്റേൺ എടുക്കേണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ചൈനീസ് ബ്രാൻഡുകളും ഇറക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ BOE, അതുപോലെ തന്നെ TCL ഒക്കെ ഇറക്കുന്നുണ്ട്. അങ്ങനെ കുറേ ബ്രാൻഡുകൾ ഇപ്പോൾ അതായത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സാംസങ്ങിന് ആക്ച്വലി സ്മാർട്ട് ഫോൺ വിറ്റിട്ട് വേണ്ട അവർക്ക് ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ഇവിടെ നിലനിന്ന് പോകാൻ. അവർക്ക് ഇതുപോലെ വേറെ ബ്രാൻഡ് വിറ്റാലും അവർക്ക് കാശ് കിട്ടും. നമ്മുടെ മോട്ടറോള നിങ്ങൾക്ക് അറിയണ്ടായിരിക്കുമല്ലോ, പണ്ട് മോട്ടറോള ഇത് ആക്ച്വലി സ്മാർട്ട് ഫോൺ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ പാറ്റന്റ് അവരുടെ കയ്യിലാണ്. അതായത് ഏത് ഫോൺ വിറ്റാലും അവർക്ക് കാശ് കിട്ടുന്ന പരിപാടിയാണ്. ഇപ്പോൾ മോട്ടറോളനെ ലിനോവോ വാങ്ങിച്ചു, അത് വേറെ കാര്യം. അതേ അവസ്ഥയാണ്. ഇപ്പോൾ ഏത് ഫോൺ വിറ്റാലും, ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോൺ വിറ്റാലും സാംസങ്ങിന് കാശ് കിട്ടും. അതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോൺ അവർക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും അവർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ എടുത്തു കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ എൻ്റെ സാംസങ്ങിൻ്റെ ഫോണാണ്, ഇതിലെടുത്തു കഴിഞ്ഞാൽ സെൻസേഴ്സ് അവർ ഉപയോഗിക്കുന്ന അവരുടെയാണ്, നമ്മുടെ SSD അവരുടെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, പ്രോസസ്സർ പിന്നെ അവർ ആദ്യം ഇത്ര കാലം അവർ തന്നെയായിരുന്നു, പിന്നെ ഇപ്പോൾ മാറ്റി സ്നാപ്ഡ്രാഗൺ ആക്കി. അപ്പോൾ LCD അവരുടെയാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ ഇവർക്ക് ഒരു ഫോൺ മാനുഫാക്ചർ ചെയ്യാനുള്ള ചിലവ് കുറവാണ്. എന്നിട്ട് പോലും ഒരു ഫോൺ വില കുറച്ചൊന്നും കൊടുക്കുന്നില്ല. അത് ഈ 3 ബ്രാൻഡുകളുടെ ഇപ്പോൾ ഇവറ്റങ്ങളുടെയും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ശരിക്കും അതാണ് സാംസങ് ബ്രാൻഡിൻ്റെ ഒരു ഇത്. അതായത് സാംസങ് ബ്രാൻഡ് ഇല്ലെങ്കിൽ വേറെ പല ബ്രാൻഡുകളും തിണ്ടും. അതങ്ങനത്തെ അവസ്ഥയാണ്. ഓൾട്ടർനേറ്റീവ്സ് ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആദ്യമൊക്കെ AMOLED പാനൽ കിട്ടണമെങ്കിൽ സാംസങ്ങിൻ്റെയിൽ മാത്രം, സാംസങ്ങിൻ്റെയിൽ LGയുടെയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ LG പക്ഷേ നമുക്കറിയാം ഭയങ്കര ലിമിറ്റഡ് ആണ്. ഭയങ്കര ഇത്ര വലിയ മാർക്കറ്റൊന്നും LGക്ക് ഇല്ല സാംസങ്ങിൻ്റെ പോലെ, പ്രത്യേകിച്ച് ഈ ഫീൽഡിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, മോണോപോളി പോലെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് ചൈനീസ് ബ്രാൻഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ തുടങ്ങിയതൊക്കെ BOE ഒക്കെ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും കുറേ കാലം അപ്പോൾ നമ്മുടെ ഈ OnePlusൻ്റെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്ന വരെ OnePlus ഒക്കെ സാംസങ്ങിൻ്റെ പാനലായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്നതൊക്കെ BOE പാനലാണ് ഉണ്ടാകും. അപ്പോൾ അതാണ് സാംസങ്. അതപ്പോൾ പക്ഷേ സാംസങ്ങിൻ്റെ പോലത്തെ നിങ്ങൾക്ക് അവസ്ഥ നിങ്ങൾക്ക് അറിയണമെന്ന് അറിയില്ല. സാംസങ്ങിൻ്റെ ഷെയറൊക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ട് ആകെ നഷ്ടത്തിലാണ് ഇപ്പോൾ അവർ. ശരിക്കും മെയിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ റിപ്പോർട്ടായ സമയം തൊട്ട് ഇവർ ഭയങ്കരമായിട്ട് ഇവരുടെ ഷെയറൊക്കെ ഭയങ്കരമായിട്ട് ഇടിയിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും വലിയ കാര്യമായിട്ട് കയറിയിട്ടൊന്നും ഇല്ല. പക്ഷേ ഇവർക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ടേ ഇവർക്ക് വലിയത് എഫക്റ്റും വരില്ല. അതാണ് സാംസങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. അതായത് സാംസങ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ ടാറ്റയുടെ കാര്യം പറയില്ല എല്ലാവരും. ഇപ്പോൾ ടാറ്റ കടിഞ്ഞ് പണ്ടാറടങ്ങി നിൽക്കും. ഞാൻ ടാറ്റ മോട്ടറിൻ്റെ ഷെയർ ഹോൾഡറാണ്. പക്ഷെ പണ്ടാരം ഇപ്പോൾ അതൊന്നും സ്പ്ലിറ്റായി. ഞാൻ വാങ്ങിച്ച റേറ്റിനെക്കാട്ടൊക്കെ ഭയങ്കര കുറഞ്ഞു സാധനം, ഭയങ്കരമായിട്ട് റേറ്റ് കുറഞ്ഞു. അതുകൊട്ടെ എന്തായാലും കയറി വരുമായിരിക്കും. പക്ഷെ അത് അവസ്ഥയാണ് ടാറ്റയുടെ പോലെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ സൗത്ത് കൊറിയയിലത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അവർക്ക് അവിടെ കാറുണ്ട്, വാച്ച് ഉണ്ട്, വാച്ച് ഇവിടെ ഉണ്ട്, സ്മാർട്ട് വാച്ച്.
അതുപോലെ ഇല്ലാത്ത സാധനമൊന്നുമില്ല. സ്റ്റേഷനറി ഐറ്റംസ് അടക്കമുണ്ട്. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഷവോമിയുടെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, അതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എന്താ വെച്ചാൽ എല്ലാ ഇപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷ് ടെക് യൂട്യൂബേഴ്സാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് കണ്ടിട്ട് ഇപ്പോൾ കുറേ എല്ലാം നമ്മുടെ ഇന്ത്യൻ ടെക് യൂട്യൂബേഴ്സും ഈ സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സംഭവം ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ, അതായത് ലോങ് വീഡിയോയിൽ എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാംസങ്ങിൻ്റെ വീഡിയോയിൽ, ഏതെങ്കിലും സാംസങ്ങിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഒരു ഷോർട്ട് പോലെ എടുത്തെന്ന് മാത്രമല്ല. ഷോർട്സ് എന്ന് പറയാൻ പറ്റില്ല, 5 മിനിറ്റ് ആയി, അത് വേറെ കാര്യം. അപ്പോൾ അതൊന്നും പറയാൻ വന്നാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.